ഈ പ്രൊണൗൺ ഇറ്റ് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. പൊതുവേ നമ്മൾ ഈ വസ്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു തവണ പരാമർശിച്ച് വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും പറയുന്ന സമയത്ത് ഇറ്റ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കീ കണ്ടെത്തി, അത് എൻ്റെ ചെയറിന് താഴെ ഉണ്ടായിരുന്നു. വളരെ ഈസിയാണ്. എങ്ങനെയാ പറയാ? ഐ ഫൗണ്ട് മൈ കീ, ഇറ്റ് വാസ് അണ്ടർ മൈ സോഫ, ഇറ്റ് വാസ് അണ്ടർ മൈ ചെയർ, അത് എൻ്റെ ചെയറിന് താഴെ ഉണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ സമയം, കാലാവസ്ഥ, ഇതൊക്കെ കുറിച്ച് പറയുമ്പോൾ ഡിസ്റ്റൻസ്, ഇതൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 10 മണിയാണ് സമയം, ഇറ്റ്സ് 10 o'clock, ഇറ്റ് ഇസ് 10 o'clock. പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നുമില്ല, ഡമ്മി ആയിട്ടാണ് അവിടെ ഇറ്റ് യൂസ് ചെയ്യുന്നത്, ഇറ്റ്സ് 10 o'clock. അതുപോലെ തന്നെ അവിടെ മഴ പെയ്യാണ്, ഇപ്പൊ എങ്ങനെയാ പറയാ? ഇറ്റ്സ് റെയിനിങ് ഹിയർ നൗ, ഇറ്റ് ഇസ് റെയിനിങ് ഹിയർ നൗ. ഇനി ഇതെങ്ങനെ പറയും? ഇപ്പൊ മഴ ചാറാണ് ഇവിടെ, ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ഹിയർ, ഇറ്റ് ഈസ് ഡ്രിസ്ലിംഗ് ഹിയർ. ഇനി എൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്, ടൈം, ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇറ്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് 5 kilometers ടു മൈ ഹോം ഫ്രം ഹിയർ. എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത്. അതുപോലെ നമ്മൾ ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ, ചെറിയ കുട്ടികളെ കുറിച്ച് പറയുന്ന സമയത്ത്, മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇറ്റ് എന്നാണ് യൂസ് ചെയ്യുക. ഒരു പൂച്ച എൻ്റെ റൂമിലേക്ക് ഇന്നലെ വന്നു, കണ്ടപ്പോൾ അതിന് നല്ല വിശപ്പുള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു, കണ്ടപ്പോൾ നല്ല വിശപ്പ് പോലെ തോന്നി. എങ്ങനെ പറയും? എ കാറ്റ് കെയിം ടു മൈ റൂം യെസ്റ്റർഡേ, ഇറ്റ് ലുക്ക്ഡ് ഹാംഗ്രി, ഇറ്റ് ലുക്ക്ഡ് ഹാംഗ്രി, അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു എന്നർത്ഥം. ഇനി അതുപോലെ ചെറിയ കുട്ടി, ഫോർ എക്സാമ്പിൾ, അത് ആ കൊച്ചിനെ നോക്കുക, അത് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എങ്ങനെ പറയും? ലുക്ക് അറ്റ് ദ ബേബി, ലുക്ക് അറ്റ് ദ ബേബി പ്ലീസ്, ഇറ്റ് ഇസ് സ്മൈലിംഗ് അറ്റ് യു, ലുക്ക് അറ്റ് ദ ബേബി, ഇറ്റ് ഇസ് സ്മൈലിംഗ് അറ്റ് യു. ഇനി മറ്റൊരു യൂസേജ്, നമ്മൾ ചില കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ, രാജേഷ് തന്നെയാണ് എന്നോട് അതേക്കുറിച്ച് പറയുന്നത്. ഇവിടെ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യാറുണ്ട്, ഒരു അഡ്വാൻസ്ഡ് യൂസേജ് ആണ്. ഇറ്റ് വാസ് രാജേഷ് ഹൂ ടോൾഡ് മീ അബൌട്ട് ഇറ്റ്, രാജേഷ് തന്നെയാണ് എന്നോട് അതേക്കുറിച്ച് പറഞ്ഞത്. ഈ സ്റ്റോറി തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് ഒരുപാട്. ഇറ്റ് ഈസ് ദിസ് സ്റ്റോറി ദാറ്റ് ഇൻസ്പയർ മീ അലോട്ട്. ഇത്ര സെന്റൻസുകൾ ഇറ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു അഡ്വാൻസ്ഡ് യൂസേജ് ആണ്. ഇനി മറ്റൊരു യൂസേജ് വളരെ ഈസിയാണ്. നമ്മൾ ഈ കമാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇറ്റ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിർത്തടാ, അത് എങ്ങനെ പറയും? സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ് എന്നാണ് പറയുക കേട്ടോ. അവിടെയൊക്കെ ഇറ്റ് എന്നുള്ള വേർഡാണ് നമ്മൾ ജനറലി ഒരു യൂസ് ചെയ്യാറുള്ളത്. ഇനി അത് ചുരുക്കി പറയൂ, മേക്ക് ഇറ്റ് ഷോർട്ട്, മേക്ക് ഇറ്റ് ഷോർട്ട് ആണല്ലേ, അത് ചുരുക്കി പറയും. അല്ലെങ്കിൽ അത് ചെറുതാക്കൂ, മേക്ക് ഇറ്റ് ഷോർട്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് പ്ലീസ് കൺക്ലൂഡ് ഇറ്റ് ആണല്ലേ. അവിടെ അത്തരം കേസുകൾ, അതായത് റിക്വസ്റ്റ് കമാൻഡ്സിലൊക്കെ ജനറലി നമ്മൾ പൊതുവെ ഇറ്റ് എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ 3 മണിയാണ് സമയം, ഇവിടെ മഴ പെയ്യുന്നില്ല, എങ്ങനെ പറയും? ഇപ്പോൾ 3 മണിയാണ് സമയം, ഇവിടെ മഴ പെയ്യുന്നില്ല. ജസ്റ്റ് കമന്റ് ചെയ്യാൻ ചെയ്യുക.